ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശ് നയനയോട് പറയുന്നുണ്ട്, കുടുംബത്തിലേക്ക് വന്ന മരുമക്കളിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയാണ്. അത് വന്ന കാലം തൊട്ട് അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഇപ്പം അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുകയൊക്കെ ചെയ്തപ്പം ഒന്നുകൂടെ ആ സ്നേഹം കൂടി. ഇപ്പോൾ ഉള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം ആ സ്നേഹത്തിൻ്റെ അളവ് കൂടിയതായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് ആദർശ് പറയും. അപ്പം നയന പറയും, അത് ശരിയാ, ഈ പ്രാവശ്യം വന്നപ്പോഴത്തേന് മുത്തശ്ശനും മുത്തശ്ശിക്കും ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹമായിരുന്നു എന്നോടെന്ന്. അച്ഛനാണെങ്കിൽ നിന്നെ എങ്ങനെ സഹായിക്കാമെന്ന് നോക്കിയിരിക്കുക. ഇപ്പോഴും എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ആദർശേട്ടാ, ഇങ്ങനെയൊക്കെ സന്തോഷത്തോടെ അങ്ങ് ജീവിച്ചാൽ മതിയെന്ന് പറയും. ഞാൻ ഭാഗ്യവതിയല്ലേ, കോടീശ്വരനായ അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമകനല്ലേ എൻ്റെ ഭർത്താവ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടും സന്തോഷവതിയും ഭാഗ്യവതിയാണെന്ന് പറയും. നീ ഒരുപാട് ഭാഗ്യമൊന്നുമുള്ള പെൺകുട്ടിയല്ല. കല്യാണം കഴിഞ്ഞ് വന്നപ്പം തൊട്ട് നീ വീർപ്പ് മുട്ടി ആ വീട്ടിൽ കഴിയുന്നത് എനിക്കറിയാം. പക്ഷേ അതിൽ നിന്നൊന്നും ഒരു മോചനം ഇതുവരെ നിനക്കുണ്ടായിട്ടില്ല. എനിക്കിപ്പോൾ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നയന പറയും. കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വത്തോ പണമോ ഒന്നുമല്ല, സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമാണ്. അത് നിനക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പം നിനക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാനാണ് എൻ്റെ തീരുമാനം. നീ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും വേണമെന്ന് പറയും. അപ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ ഇനിയും കുറച്ച് നാളൂടെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ആദർശേട്ടൻ ആശുപത്രിയിലേക്ക് ചെല്ല്, അമ്മ ആദർശേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമെന്ന്. അതിനവിടെ അച്ഛനുണ്ടല്ലോ എന്ന് ആദർശ് പറയും. എന്നാലും അമ്മ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ആദർശേട്ടനെയല്ലേ, അതുകൊണ്ട് ആദർശേട്ടൻ അങ്ങോട്ട് ചെല്ലാൻ പറയും. ആദർശ് അപ്പം നയനയുടെ കയ്യിൽ പിടിച്ച് കുറേ നേരം ഇരിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സോടെ ഇറങ്ങി അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി തൻ്റെ സ്വർണ്ണമെല്ലാം എടുത്ത് നോക്കുന്നതാണ്. അത് കണ്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജയുടെ കണ്ണ് തള്ളുന്നുണ്ട് ഈ സ്വർണ്ണമെല്ലാം കണ്ടിട്ട്. അപ്പം ജലജ ചോദിക്കും, അമ്മ ഈ സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് എങ്ങോട്ടാ, ജുവലറി കൊണ്ടുപോയി മാറ്റിയെടുക്കാൻ പോവുകയാണോ എന്ന്. അതൊക്കെ നിന്നെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മുത്തശ്ശി പറയും. എനിക്കിപ്പോൾ അതൊന്നും മാറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേന്, എന്നാലും ആർക്കെങ്കിലും കൊടുക്കാനാണോ എന്താണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം മുത്തശ്ശൻ വന്ന് പറയും, ഞങ്ങളിത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറയും. എന്നാലും ആർക്കാച്ചാ കൊടുക്കുന്നത്, ഞാനാണ് ഇതിൽ ചിലതൊക്കെ കണ്ടു വെച്ചിരുന്നതാണെന്ന് പറയും. ആഹാ, ഞാൻ മരിച്ചതിന് ശേഷം നീ അതെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കും. പറയും, അമ്മ അങ്ങനെയൊന്നും പറയരുത്, ഞാൻ അങ്ങനെയൊന്നുമല്ല ചിന്തിച്ചത്, എനിക്ക് ഇഷ്ടമുള്ള ഫാഷനൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു, ഇതങ്ങനെ ഇപ്പം കിട്ടുന്ന ഫാഷനൊന്നും അല്ലല്ലോ എന്ന് പറയും. എന്തായാലും ഇത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് ആ സ്വർണ്ണമൊക്കെ എടുത്ത് അങ്ങ് ഇറങ്ങിപ്പോവും. ജലജ വരുമ്പോഴത്തേന് അഭി ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങി വരുന്നുണ്ട്. നീ എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോഴത്തേന് ഞാൻ ഓഫീസിൽ പോകാമെന്ന് അഭി പറയുന്നുണ്ട്. എന്നാൽ നീ ആ കിളവൻ്റെയും കിളവിയുടെയും പുറകെ ഒന്ന് പോകണം, ഇവിടെ ഇരുന്ന സ്വർണ്ണം എല്ലാം എടുത്തുകൊണ്ട് അവർ പുറത്തോട്ട് പോയെന്ന് ചോദിക്കും. അതെന്താ, അവരെവിടെ പോയതാ ഈ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് അഭി പറയും. അറിയത്തില്ല, ആർക്കോ കൊടുക്കാൻ പോവാന്നാണ് പറഞ്ഞ്, മിക്കവാറും ആ കരൾ കൊടുത്ത പെണ്ണിന് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. എന്നാൽ ഇത്രയും സ്വർണ്ണമൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു 100 പവൻ്റെ സ്വർണ്ണമുണ്ട്, അത് ഞാനാണ് അതിനകത്ത് കുറച്ചൊക്കെ നോക്കി വെച്ചിരുന്നത്. ഞാൻ മാത്രമല്ല, ദേവയാനി ഏട്ടത്തിയും ജാനകിയും എല്ലാവരും അതിനകത്ത് നോക്കി വെച്ചിരുന്നതാണ്. അത് അവർക്ക് കൊടുക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവർ പോയി. നീ ഇപ്പം അവരുടെ പുറകെ തന്നെ പോകണം, എന്നിട്ട് ആർക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയും. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അഭി അവരുടെ പുറകെ പോകും. കാറിലിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, താൻ എന്തുകൊണ്ടും എടുത്ത തീരുമാനം വളരെ നല്ലതാണ്. ഈ സ്വർണ്ണമെല്ലാം നമുക്ക് നയനമോൾക്ക് തന്നെ കൊടുക്കാമെന്ന്. അത് നയനമോളെ തന്നെ ഏൽപ്പിക്കണമെന്നായിരുന്നു ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നത്. അത് ഇച്ചിരി നേരത്തെ അങ്ങ് കൊടുത്തെന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവർ ഗോവിന്ദൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് പുറകെ അഭിയും വരുന്നുണ്ട്. അഭി എന്നിട്ട് ഇവർ ഗോവിന്ദൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്നത് കാണും. എന്നിട്ട് അഭി ഇങ്ങ് തിരിച്ചു പോരും. വണ്ടിയുടെ ഒച്ച കേട്ടുകൊണ്ട് ഗോവിന്ദനും കനക ഇറങ്ങി വരുന്നുണ്ട്. ആഹാ, മുത്തശ്ശനാണല്ലോ വന്നിരിക്കുന്നത്, മുത്തശ്ശിയും കൂടെ ഉണ്ടല്ലോ, വീണ്ടും എന്നാ ഇവർ വന്നെന്നൊക്കെ ചോദിച്ച് ഇവരിറങ്ങി ചെല്ലും. എന്നിട്ട് കയറി വരാനൊക്കെ പറഞ്ഞിരുത്തുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയും, മുത്തശ്ശിക്കൊരു ആഗ്രഹം, കുറേ ആഭരണങ്ങളൊക്കെ അമൂല്യമായി സൂക്ഷിച്ച് വെച്ചിരുന്നു മുത്തശ്ശി. ഞാൻ ഇവർക്ക് ഓരോ ഫംഗ്ഷൻ വരുമ്പോഴും മേടിച്ചു കൊടുത്തിരുന്നു. ആ സമയത്ത് ഇയാളതൊന്ന് ഇട്ടിട്ട് അങ്ങ് ഊരി വെക്കത്തേ ഉള്ളായിരുന്നു. അങ്ങനെ കുറേ സ്വർണ്ണങ്ങളുണ്ടായിരുന്നു, അതെല്ലാം നയനമോൾക്ക് കൊടുക്കാൻ വേണ്ടി വന്നെന്ന് പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. ഞങ്ങളുടെ കൊച്ചു മരുമകൾക്ക് ഇതെല്ലാം കൊടുക്കും, അത് നിങ്ങൾ ഇടപെടുകയേ വേണ്ടെന്ന് പറഞ്ഞ് ഈ സ്വർണ്ണം എല്ലാം കൊണ്ട് നയനയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. മുത്തച്ഛനെയും മുത്തശ്ശിയെയും കണ്ടുകൊണ്ട് നയന എഴുന്നേക്കാൻ തുടങ്ങുന്നുണ്ട്. അവിടെ കിടന്നോ മോളെ എന്ന് പറഞ്ഞ് അവർ
അടുത്തിരിക്കുകയൊക്കെ ചെയ്യും. അന്നേരം മുത്തശ്ശി പറയും, ഞാൻ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നു, അതെല്ലാം മോൾക്ക് തരാനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അതൊന്നും വേണ്ട മുത്തശ്ശി, ഇന്നാളാണെങ്കിലും അമ്മ അനാമികയ്ക്ക് സ്വർണം കൊടുത്തപ്പോൾ മുത്തശ്ശി എനിക്കും സ്വർണ്ണമൊക്കെ തന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയും. അതെന്തായാലും വേറെ ആർക്കും കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചില്ലായിരുന്നു. ഈ സ്വർണ്ണങ്ങളുടെ എല്ലാ അവകാശം മോള് തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാം ഏറ്റെടുക്കാനായിട്ട് കഴിവുള്ളവനായിരുന്നു ആദർശ്. അതുകൊണ്ടാണ് ആദർശിനെ കമ്പനിയുടെ MD ആക്കിയത്. അതുപോലെ തന്നെ മോളും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും മോളെയും ആദർശിനെ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അത് ആർക്ക് വേണമെങ്കിലും വീതിച്ചു കൊടുക്കാം എന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്. ജലജ എന്തായാലും ഈ വിശേഷം ജാനകിയോടും പറയും. ജാനകിക്കും അത് കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അത്രയും സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് അമ്മയും അച്ഛനും ആരെ കാണാൻ പോയതായിരിക്കും. എനിക്കാണേലും അതിനകത്ത് പല മാലകളോടും ഇഷ്ടമുണ്ടായിരുന്നു, ഏട്ടത്തിക്കും ഉണ്ടായിരുന്നു. എന്നാലും ഇത് ആർക്കായിരിക്കും കൊണ്ട് കൊടുത്തത്? മിക്കവാറും ആ കരൾ കൊടുത്ത പെൺകുട്ടിക്ക് തന്നെ ആയിരിക്കും. അവൾക്കെന്നാലും ഇത്രയൊക്കെ കൊടുക്കണോ? കുറച്ച് ലക്ഷങ്ങൾ വല്ലതും കൊടുത്താൽ പോരായിരുന്നോ എന്നൊക്കെ ജാനകി പറയും. അപ്പം ജലജ പറയുന്നുണ്ട്, ഞാൻ അഭിയെ വിളിച്ചിരുന്നു, അഭി പറഞ്ഞത് നേരിട്ട് വരുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞതെന്ന് പറയും. ആ സമയത്ത് അഭി അങ്ങോട്ട് കയറി വരും. അന്നേരം ജലജ ചോദിക്കും, ആർക്കാ കൊടുത്തത്, നീ കണ്ടോ എന്നൊക്കെ ചോദിക്കും. പറയും, നിങ്ങൾക്കൊരിക്കലും ഇഷ്ടപ്പെടാൻ ആഗ്രഹമില്ലാത്ത ഒരുത്തിക്ക് അത് കൊണ്ട് കൊടുത്തിരിക്കുന്നു പറയും. അതാർക്കാന്ന് ചോദിക്കും. പറയും, നയനയ്ക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് രണ്ടുപേർക്കും ഷോക്കാവുന്നുണ്ട്. നയനയ്ക്കോ? അവൾക്ക് എന്തിനാണ് ഈ സ്വർണ്ണം എല്ലാം കൊണ്ട് കൊടുത്തത്? അല്ലെങ്കിലും അച്ഛനും അമ്മയ്ക്കോ അവളോട് ഇച്ചിരി സ്നേഹം കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അനാമിക കേൾക്കുന്നുണ്ട് നയനയ്ക്ക് ആ സ്വർണ്ണം എല്ലാം കൊടുത്തെന്നുള്ളത്. ഇതെന്താ ഈ വീട്ടിൽ മാത്രം ഇങ്ങനെ എല്ലാ സ്വത്തുക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ളതല്ലേ? ഞങ്ങൾ 3 മരുമക്കളല്ലേ ഇവിടെ ഉള്ളത്, അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും തുല്യമായിട്ട് വീതിച്ച് തരേണ്ടതല്ലായിരുന്നു? അവൾക്ക് മാത്രം എന്തിനാ കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞ് അനാമിക അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടിരുന്നു. എന്തായാലും അമ്മയും അച്ഛനും വരുമ്പോൾ നമുക്കിത് ചോദിക്കുക തന്നെ ചെയ്യണമെന്ന് ജാനകിയെ ജലജ ചൂടുപിടിപ്പിക്കുന്നുണ്ട്. എനിക്ക് സ്വർണ്ണത്തിനോട് അത്ര കൊതിയൊന്നുമില്ല, എന്നാലും എനിക്കും കുറച്ച് സ്വർണ്ണമൊക്കെ തന്നായിരുന്നു, എന്തായിരുന്നു കുഴപ്പമെന്ന് അനാമിക പറയുന്നുണ്ട്. അന്ന് വല്യമ്മ എനിക്ക് കുറച്ച് സ്വർണം തന്നപ്പോൾ മുത്തശ്ശി അതേ തൂക്കത്തിൽ തന്നെ നയനയ്ക്കന്ന് സ്വർണം കൊടുത്തു. ഇപ്പോൾ ഉള്ള സ്വർണ്ണം എല്ലാം കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നിങ്ങളൊക്കെ ഇങ്ങനെ പറയാതിരുന്നിട്ടല്ലേ, ചോദിക്കാതിരുന്നിട്ടല്ലേ എന്ന് പറഞ്ഞ് അവളങ്ങ് ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ ജലജ അത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അനാമിക അകത്തോട്ട് പോയി കഴിയുമ്പോഴത്തേനും ജലജ ജാനകിയോട് പറയും, നിൻ്റെ മരുമക്കൊക്കെ എന്താണേലും ഭയങ്കര സങ്കടമായിട്ടുണ്ട്, അതുകൊണ്ട് നീ അത് ചോദിക്കുക തന്നെ ചെയ്യണം. ഞാനും എൻ്റെ മക്കളും എന്തായാലും പുറമ്പോക്കല്ലേ, അതുപോലല്ലല്ലോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ജാനകി ഒന്ന് ചൂട് പിടിപ്പിക്കുന്നുണ്ട് ജലജ. അനാമിക അന്നേരം തന്നെ അച്ഛനെയും അമ്മയും വിളിച്ച് പറയുന്നുണ്ട്. അപ്പം രേവതി ചോദിക്കും, എന്താ മോളെ അവിടെ വീണ്ടും വല്ല പ്രശ്നം ഉണ്ടായോ എന്ന്. ഇവിടെ പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം ആ മുത്തശ്ശനും മുത്തശ്ശിയുടെയും കയ്യിലിരുന്ന കുറേ സ്വർണ്ണം ഉണ്ടായിരുന്നു, 100 പവൻ്റെ സ്വർണം. അത് മുഴുവൻ എടുത്തുകൊണ്ട് അവർ കൊണ്ടുപോയി ആ നയനയ്ക്ക് കൊടുത്തെന്ന് പറയും. നയനയ്ക്കോ? അവൾക്കെന്തിനാ അത് കൊണ്ട് കൊടുത്തത്? അവളല്ലായിരുന്നോ ഹോസ്പിറ്റലിലൊക്കെ കാവലൊക്കെ ഇരുന്നേ? അതിനുകൊണ്ടായിരിക്കും. എല്ലാവരെയും സുഖിപ്പിച്ചല്ലായിരുന്നു അവളും അവിടെ വീട്ടുകാരൂടെ നിന്നിരുന്നത്. നീ അതൊന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ടല്ലേ നിനക്ക് ഇപ്പം അങ്ങനെയൊക്കെ പറ്റിയത്. അതുകൊണ്ട് ഇനിയിപ്പം നീ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, നീ ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ദേവയാനിയോട് പറഞ്ഞ് ദേവയാനി അങ്ങ് ചൂട് പിടിപ്പിക്കണം. അവർക്കെന്താണോ അവരുടെ മരുമകളെ ഇഷ്ടമില്ലല്ലോ എന്ന് പറഞ്ഞ് വേണു എരിവ് കയറ്റി കൊടുക്കും. അന്നത്തേന് അനാമിക പറയുന്നുണ്ട്, ശരി അച്ഛാ ഞാനിത് ചെയ്തോളാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന അനാമിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.